ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിത് വൈകുന്നേരം എല്ലാവരും ഫ്രീ ആയിരുന്നു. അങ്ങനെ നമ്മൾ ഓർത്ത് ചേച്ചിയുടെ വീട് വരെ ഒന്ന് പോയിട്ട് വരാമെന്ന്. അങ്ങനെ എടുത്താലാണ് ചേച്ചിയുടെ വീട്. അപ്പോൾ അത് നമ്മളത് എല്ലാവരും റെഡിയായിട്ട് വണ്ടിയിലേക്ക് ഇത് കയറണം. അപ്പോൾ ജൂസ് കറക്റ്റ് ടൈമിന് വണ്ടിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളിത് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഗൈസ്. അങ്ങനെ നമ്മളിത് നേരെ പെട്രോൾ പമ്പിലോടാണ് വന്നത്. പക്ഷേ എന്നത്തെക്കാട്ടിലും നമ്മൾ അത്യാവശ്യം നല്ല ലാഗായി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ ഒരു ടൈം ആയതുകൊണ്ടായിരിക്കും നല്ല രീതിക്ക് നമുക്ക് അവിടെ പോസ്റ്റ് കിട്ടി. കുറച്ചധികം നേരം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു പെട്രോൾ അടിക്കാനായിട്ട്. പിന്നെ അങ്ങനെ പെട്രോളൊക്കെ അടിച്ച് പയ്യെ നമ്മൾ മൂവ് ഓൺ ആയി. കൊണ്ട് നമ്മൾ ഒരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. പിള്ളേരുള്ളല്ലോ, ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നുകൊണ്ടുള്ള സ്നാക്സ് ഒക്കെ ആയിട്ടായിരിക്കും പോകണം. അപ്പോൾ അവർക്ക് കുറച്ച് കഴിക്കാനുള്ള ഫുഡ് ഐറ്റംസും കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിക്കാനായിട്ട് നമ്മൾ കടയിൽ നിന്ന് കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളത് നേരെ വീട്ടിലേക്കാണ് വന്നത് ഗൈസ്. വീട്ടിൽ വന്നപ്പോഴത്തേക്കും ചേച്ചിയും ചേട്ടനും കൂടെ എവിടെ പോകാനായിട്ട് ഇറങ്ങിയിരിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒക്കെ സർപ്രൈസ്ഡ് ആയിരുന്നു. നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു വരുമെന്നുള്ളത്. പിന്നെ നമ്മൾ വന്ന് ഇറങ്ങി നന്ദമോൾ നമ്മളെ കണ്ടത് നേരെ ഓടി വരുവാണ്. ഇത് വേറെ ഒന്നിനുമല്ല, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്കും സ്റ്റിക്കർ കൊണ്ടുവന്നില്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിലായിരുന്നു. ഇപ്പോൾ ഓടി വന്നിട്ട് ആദ്യം ചോദിക്കുന്നത് കുഞ്ഞ് സ്റ്റിക്കർ കൊണ്ടുവന്നു, സ്റ്റിക്കർ എന്തെന്ന് പറഞ്ഞിട്ടാണ് ഈ നിൽക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ വീട്ടിൽ നിന്ന് പ്ലാൻ ചെയ്താൽ വന്നത് വരുമ്പോഴത്തേക്കും ഒന്ന് പറ്റിക്കണം, ആളെ കൊണ്ടുവന്നിട്ടില്ല എന്ന് പറയണം എന്നൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ് ആൾ പക്ഷേ അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. കൊണ്ടുവന്നില്ലേന്ന് ചോദിച്ചിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങ് നമ്മൾ ഇത്തവണ സ്റ്റിക്കർ കൊണ്ടുവന്നിട്ടില്ല എന്ന് വിശ്വസിച്ച് ആളെല്ലാവരും കെട്ടിപ്പിടിച്ച് മാറി ഭയങ്കര കരച്ചിലായിരുന്നു. നമ്മളെല്ലാവരും സമാധാനിപ്പിക്കാൻ ചെല്ലുന്നുണ്ട്, പക്ഷേ ആൾക്ക് അതൊന്നും മെയിൻ ചെയ്യാനുള്ള ടൈമില്ല. ഞാൻ സ്റ്റിക്കർ കൊടുത്തിട്ടും അവളത് മനസ്സിലാക്കുന്നില്ല അത് സ്റ്റിക്കർ ആണെന്നുള്ളത്. എന്നിട്ടും അതും കൈ പിടിച്ചുകൊണ്ട് തന്നെ ഭയങ്കര കരച്ചില്ല. ഒന്നും മൈൻഡ് മാറാനായിട്ട് കുറച്ചധികം സമയം എടുത്ത്. പിന്നെ ഒരു കണക്കിന് അച്ഛൻ സോപ്പൊക്കെ ഇട്ട് റെഡിയാക്കിയ ആളെ സങ്കടം കൊണ്ടൊന്നും പറ്റുന്നില്ലായിരുന്നു. കാരണം ഫോട്ടോ ഒക്കെ ഞാൻ അയച്ചു കൊടുത്തുകൊണ്ട് ആൾ ഭയങ്കര എക്സ്പെക്റ്റേഷൻസിലിരിക്കുമായിരുന്നു. പിന്നെ ഒരു കണക്കിന് ഒന്ന് ചിരി അങ്ങോട്ട് വരുന്നില്ല, എന്നാലും ഒരു എന്താ 50-50 ചാൻസിലൊന്ന് പൊളിച്ച് നോക്കാനുള്ള ആഗ്രഹത്തിൽ അങ്ങ് നിന്ന് അങ്ങ് പൊളിക്കുക. അങ്ങനെ അപ്പോൾ നമ്മൾ ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആൾ ഭയങ്കര അതിനകത്ത് എന്തുവാന്ന് കാണാനുള്ള ക്യൂരിയോസിറ്റിയിൽ തുറന്നപ്പോൾ അതിലും കോമഡി ദേവുട്ടിയുടെ ആയിരുന്നു ഫസ്റ്റ് ഇരുന്നത്. അപ്പോൾ ആ കുന്നോട് ഷോക്കായി, അയ്യോ എൻ്റെ ഇല്ലേ. അപ്പോൾ തന്നെ മോഹം ഇതാവുന്നുണ്ട്. അതിൻ്റെ പൊളിച്ച് നോക്കുക, ഉള്ളിൽ കാണും എന്നുള്ള വിശ്വാസത്തിലാണ് ആൾ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ രണ്ടും കൂടെ സെപ്പറേറ്റ് ആയിട്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ആളുടെ കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ആൾക്കൊരു സമാധാനമായത്. ഇപ്പോഴെങ്കിലും കിട്ടി എന്നുള്ളത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്കും നമ്മൾ കൊണ്ടുവരണമെന്നൊക്കെ ഓർത്തിരുന്നുണ്ട്. ആ സ്പെഷ്യൽ ഇറങ്ങിയ സമയത്ത് നമ്മൾ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ തന്നെ ഭയങ്കര കരച്ചിലായിരുന്നു ആൾ. അപ്പോൾ പിന്നെ വരുമ്പോഴത്തേക്കും കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ പോയത്. അപ്പോൾ ഇനിയിപ്പോൾ വന്നിട്ട് പോയ ഉടനെ ഒന്നും നമ്മൾ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാറില്ല. അപ്പോൾ അതുകൊണ്ട് ആൾക്ക് ഭയങ്കര ഇതായിരുന്നു. ഇനിയിപ്പോൾ എനിക്ക് കിട്ടത്തില്ലേ കുഞ്ഞ്, ഇന്നും മറന്നു പോയോ എന്നുള്ള വിഷമമൊക്കെ ആയിരുന്നു. സാധനം കൈ കിട്ടിയ പൊളിച്ചൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ ദേവുട്ടി പിന്നെ വലിയ വഴക്കൊന്നുമില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ദേവുട്ടി അക്സെപ്റ്റബിൾ ആയിരുന്നു. കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഓക്കെ അടുത്ത പ്രാവശ്യം മതി കുഞ്ഞെന്നുള്ളത്. അങ്ങനെ ദേവുട്ടിക്കും കൊടുത്തു. അങ്ങനെ രണ്ടുപേരും ഹാപ്പിയൊക്കെ ആയിരുന്നു. പിന്നെ ചേച്ചി ചായയൊക്കെ ഇടുന്ന സമയത്ത് നമ്മളിത് അവളുമാരെയും കൊണ്ടുവന്ന് ജസ്റ്റ് കറങ്ങാനായിട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം തമ്പുമൊക്കെ വണ്ടി കയറിയിട്ട് ഭയങ്കര ബഹളമായിരുന്നു. അങ്ങനെ തന്നെ അവളുമാരെയും കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ ഇറങ്ങി. നന്ദി ബാക്ക് ചെയ്ത് എനിക്ക് പോസൊക്കെ തരുന്നുണ്ടായിരുന്നു. കുറച്ച് ദൂരം നമ്മൾ അവളുമാരായിട്ടൊന്ന് പാട്ടൊക്കെ ഇട്ട് ചില്ലായിട്ടായിരുന്നു തിരിച്ച് വന്നത്. അങ്ങനെ നമ്മളത് ഇറങ്ങാൻ പോവാണ്. അത്യാവശ്യം നല്ല ഇരുട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ തമ്പുരു നമ്മളോട് വരാനായിട്ട് പൊന്നുണ്ട് കയറിയിരിക്കും. അമ്മയ്ക്ക് ടാറ്റയൊക്കെ കൊടുത്ത് റെഡിയായിട്ട് നിൽക്കും. പിന്നെ അവരെനിക്കുള്ള സ്നേഹപ്രകടനമൊക്കെ കാണിച്ചൊക്കെ ഒരു കണക്കിനുള്ള വാങ്ങിച്ച് തിരിച്ച്, അല്ലെങ്കിൽ പിന്നെ നമ്മൾ പോകുമ്പോൾ വഴക്കായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.